വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഈ വീഡിയോയിലൂടെ ലേണേഴ്സ് എക്സാമിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ ഓരോന്നായി നോക്കാം. എക്സാം എഴുതാൻ പോകുമ്പോൾ മറക്കാതെ നിർബന്ധമായും കൊണ്ടുപോവേണ്ട രേഖകൾ, നിങ്ങൾ ഏതാണോ അപ്ലോഡ് ചെയ്തത്, നിങ്ങൾ ലേണേഴ്സ് എക്സാമിന് വേണ്ടി ഏത് രേഖയാണോ അപ്ലോഡ് ചെയ്തത് അതിൻ്റെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോകണം. പിന്നെ കണ്ണ് പരിശോധിച്ച ഐ ഫിറ്റ്നസ് പേപ്പർ, പിന്നെ ID പ്രൂഫ്, ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായും കൊണ്ടുപോകണം. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കാണാം: ആപ്ലിക്കേഷൻ, പാസ്വേഡ്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ താഴെയായിട്ട് ഒരു ക്യാപ്ച കൂടി ഉണ്ടാവും. ക്യാപ്ച നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. പിന്നെ അതിന് ശേഷം ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ തന്നെയാണ് പരീക്ഷ എഴുതുന്നതെന്ന് ഉറപ്പിക്കാൻ. സ്ക്രീനിൽ നിങ്ങളുടെ മുഖം വരും. ഓക്കെ അടിച്ചാൽ എക്സാം സ്റ്റാർട്ടാവുന്നതാണ്. ചോദ്യം 1 30 സെക്കൻഡുകൾ സമയമുണ്ടായിരിക്കും. ഇതിപ്പോൾ ചോദ്യത്തിന് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ മാതൃക. ഇതിപ്പോൾ ഒരു ചോദ്യം തന്നിട്ട് അതിനെ സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. അതിനുശേഷം നിങ്ങളിവിടെ സബ്മിറ്റ് എന്നും നെക്സ്റ്റ് എന്നും കാണാം. ഇങ്ങനെ നിങ്ങൾക്ക് സ്ക്രീനിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്മിറ്റും നെക്സ്റ്റും അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ചോദ്യവും ഇങ്ങനെ ഏതെങ്കിലും ഒരു ചോദ്യം തരും. അതിനും 30 സെക്കൻഡാണ്. 4 ഓപ്ഷൻസുകൾ ഉണ്ടാവും. ഇതിപ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചിഹ്നം ഏതാണ് എന്നാണ്. അപ്പോൾ അതിനുള്ള ശരിയായ ആൻസർ നിങ്ങൾ തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ഓർ നെക്സ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അടുത്തതായി നിങ്ങൾക്ക് മൂന്നാമത്തെ ചോദ്യം തരും. അതുപോലെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഇത് ക്യാപ്ചയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ 45 സെക്കൻഡ് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ ഓപ്ഷൻ സബ്മിറ്റ് ഓർ നെക്സ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് താഴെ ഭാഗത്തായിട്ട് ക്യാപ്ച ക്വസ്റ്റ്യൻ കാണാൻ ഉണ്ടാകുന്നതായിരിക്കും. ക്യാപ്ച നമ്മൾക്കിങ്ങനെ ഇവിടെ കോളത്തിൽ തന്നിരിക്കുന്നത് പോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. താഴെ സബ്മിറ്റ് ഓർ കൺഫേം എന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ക്യാപ്ച ശരിയായാൽ നിങ്ങൾക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും. 4ാമത്തെ ചോദ്യവും ഇതുപോലെ തന്നെ 30 സെക്കൻഡ് സമയമായിരിക്കും. 4 ഓപ്ഷനുകൾ ഉണ്ടാവും. സബ്മിറ്റ് നെക്സ്റ്റ് ബട്ടണും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. ഇതിലും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചിഹ്നം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനുയോജ്യമായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുത്ത് അതിൻ്റെ നേരെ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. നാലാമത്തെ ചോദ്യത്തിന് ശേഷം അടുത്തതായി 5ാമത്തെ ചോദ്യം വരുന്നതായിരിക്കും. 5ാമത്തെ ചോദ്യത്തിനും 30 സെക്കൻഡ് സമയമാണ്. 4 ഓപ്ഷൻസുകൾ ഉണ്ടാവുന്നതായിരിക്കും. ഓരോ ചോദ്യവും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ചിലത് ചിത്രങ്ങൾ തന്ന് അത് സൂചിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കും. അല്ല എങ്കിൽ ഒരു കാര്യം തന്ന് അത് സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണ് എന്ന് ചോദിക്കും. അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി 5ാമത്തെ ചോദ്യവും ഇതുപോലെ തന്നെ 30 സെക്കൻഡ് സമയം കൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. 4 ഓപ്ഷൻസുകൾ ഉണ്ടാവുന്നതായിരിക്കും. സബ്മിറ്റ് ഓർ നെക്സ്റ്റ് ബട്ടൺ നിങ്ങളുടെ ശരിയായ ആൻസർ ക്ലിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ഓർ നെക്സ്റ്റ് ബട്ടൺ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് 6ാമത്തെ ചോദ്യം വരുന്നതായിരിക്കും. ഇനി നമ്മൾ 6ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 6ാമത്തെ ചോദ്യം ഇങ്ങനെയാണുള്ളത്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? അതിന് 4 ഓപ്ഷൻസുകൾ ഉണ്ടാവും. 30 സെക്കൻഡ് സമയം തന്നെയാണ് ഉണ്ടാവുക. ഇതിൽ തെറ്റായ പ്രസ്താവനയ്ക്ക് നേരെ ക്ലിക്ക് ചെയ്ത് അവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് ഓർ നെക്സ്റ്റ് ബട്ടൺ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ചോദ്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ സിഗ്നൽസും, ചിലപ്പോൾ ഇങ്ങനെയുള്ള തിയറി ക്വസ്റ്റ്യൻസും, ചിലപ്പോൾ ഇതിലും വലിയ ഓപ്ഷൻസും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ 6ാമത്തെ ചോദ്യം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കൂടെ താഴെയായിട്ട് നമ്മൾക്ക് ക്യാപ്ച ഉണ്ടാവും.
ചോദ്യത്തിന് ആൻസർ ചെയ്ത ശേഷം താഴേക്ക് വന്നാൽ ഇങ്ങനെ ക്യാപ്ച കാണാവുന്നതാണ്. ക്യാപ്ച അവിടെ കൊളുത്തിൽ തന്നിരിക്കുന്നത് പോലെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ഓർ കൺഫേം ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ രണ്ടാമത്തെ ക്യാപ്ച ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തേത്. ഇനി അടുത്തത് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചിഹ്നം ഏതാണ് എന്നാണ് ചോദ്യം. ഇതേ പറഞ്ഞതുപോലെ 30 സെക്കൻഡ് സമയങ്ങളുണ്ടാവും. 4 ഓപ്ഷൻസുകളുണ്ട്. സബ്മിറ്റ് ഓർ നെക്സ്റ്റ് ബട്ടൺ ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം എട്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾക്ക് പോകാവുന്നതാണ്. ഇതാണ് എട്ടാമത്തെ ചിഹ്നം. ട്രാഫിക് ചിഹ്നം കാണിച്ചിട്ട് അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് പറയാനാണ്. ഇവിടെ 4 ഓപ്ഷനുകളുണ്ട്. 30 സെക്കൻഡുകൾ തന്നെയാണ് സമയം. സബ്മിറ്റ് ഓർ നെക്സ്റ്റ് ബട്ടൺ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അടുത്ത ചോദ്യം നമ്മുടെ 9ാമത്തെ ചോദ്യമാണ്. നമ്മുടെ 9ാമത്തെ ചോദ്യം പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചിത്രം ഇതിലേതാണ് എന്ന് കണ്ടുപിടിച്ച് അതിന് ക്ലിക്ക് ചെയ്യാനാണ്. ഇതിനും അതുപോലെ തന്നെ 4 ഓപ്ഷനുകളാണ് ഉണ്ടാവുക. 30 സെക്കൻഡ് സമയം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. സബ്മിറ്റ് ഓർ നെക്സ്റ്റ് ബട്ടൺ അവിടെ നിങ്ങൾക്ക് സ്ക്രീനിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 9ാമത്തെ ചോദ്യത്തിൻ്റെ കൂടെ തന്നെ താഴെ ഭാഗത്തായിട്ട് ക്യാപ്ചയെ പൂരിപ്പിക്കാനായിട്ടുണ്ടാവും. സെയിം പറഞ്ഞതുപോലെ തന്നെ അവിടെ തന്നിരിക്കുന്ന കോളത്തിൽ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. തന്നിരിക്കുന്ന സമയം 45 സെക്കൻഡാണ്. അപ്പോൾ ക്യാപ്ച ക്വസ്റ്റ്യനുകൾക്ക് 45 സെക്കൻഡുകൾ ഉണ്ടാവും. ബാക്കിയൊക്കെ 30 സെക്കൻഡുകളാണ്. 10ാമത്തെ ചോദ്യം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഇത് എന്തിനെ ഏതാണ് എന്നാണ്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിന് 4 ഓപ്ഷനുണ്ട്. 30 സെക്കൻഡ് സമയത്തിനുള്ളിൽ ശരിയായ ഉത്തരം സെലക്ട് ചെയ്ത് നിങ്ങളതിന് ഓക്കെ കൊടുക്കുക. 11ാമത്തെ ചോദ്യവും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചിഹ്നം കണ്ടുപിടിക്കാനാണ്. അതിന് അതേപോലെ തന്നെ 30 സെക്കൻഡ് സമയമുണ്ടാവും. 4 ഓപ്ഷൻസും ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓർ സബ്മിറ്റ് ബട്ടൺ അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി 12ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗിയറുകളുടെ സഹായത്തോടെ വാഹനം നിർത്തുന്നത് എങ്ങനെ എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. 30 സെക്കൻഡാണ് സമയം. അതിനുള്ളിൽ ആൻസർ ലോക്ക് ചെയ്തിരിക്കണം. ഓപ്ഷൻസ് നിങ്ങൾക്ക് നന്നായി വായിച്ച ശേഷം നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് 12ാമത്തെ ചോദ്യമാണ്. ഈ 12ാമത്തെ ചോദ്യത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് താഴെയായിട്ട് ക്യാപ്ച കാണാം. ക്യാപ്ച തന്നിരിക്കുന്ന കോളത്തിൽ അതുപോലെ എൻ്റർ ചെയ്യുക. സബ്മിറ്റ് ഓർ കൺഫേം എന്ന് നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്യാപ്ച ശരിയായി എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 13ാമത്തെ ചോദ്യം അവിടെ വരികയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് ഫെയിലാവുന്നതാണ്. അതായത് ക്യാപ്ച തെറ്റുന്ന സ്ഥലത്ത് വെച്ച് ഫെയിലാവും. അടുത്തത് 13ാമത്തെ ചോദ്യവും ഇതുപോലെ തന്നെ 30 സെക്കൻഡ് സമയം കൊണ്ട് 4 ഓപ്ഷനുകൾ ഉണ്ടാവും. അതിനുള്ളിൽ നിങ്ങൾ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് ആൻസർ ചെയ്യേണ്ടതാണ്. ഇനി അടുത്തതായി നിങ്ങൾക്ക് 14ാമത്തെ ചോദ്യം ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇടത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചിത്രം കണ്ടുപിടിക്കാനാണ്. ശരിയായ ഓപ്ഷന് നേരെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ഓർ നെക്സ്റ്റ് ബട്ടൺ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. 30 സെക്കൻഡ് സമയമാണ് ഇതിനും തന്നിട്ടുള്ളത്. അതിനുള്ളിൽ നിങ്ങൾ ആൻസർ ലോക്ക് ചെയ്തിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ചിത്രങ്ങൾ 4 ഓപ്ഷനുള്ള ചിത്രങ്ങളുണ്ട്. 30 സെക്കൻഡ് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സബ്മിറ്റ് ഓർ നെക്സ്റ്റ് ബട്ടൺ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇതിൽ കാൽനടയാത്ര നിരോധിച്ചിരിക്കുന്നെന്ന് സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് 15ാമത്തെ ചോദ്യമാണ്. 15ാമത്തെ ചോദ്യത്തിൻ്റെ കൂടെ അടിയിലായിട്ട് ക്യാപ്ച ഉണ്ടാവുന്നതാണ്. ക്യാപ്ച ഇങ്ങനെ തരും. ക്യാപ്ച നിങ്ങൾ അവിടെ തന്നിരിക്കുന്ന കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. സബ്മിറ്റ് ഓർ കൺഫേം ബട്ടൺ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അടിച്ചു കൊടുക്കാം. ഇവിടെയൊക്കെ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്യാപ്ച തെറ്റാവാൻ പാടില്ല. അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ ക്യാപ്ച ശരിയാവണം.
ക്യാപ്ച ശരിയായാൽ 16ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 16ാമത്തെ ചോദ്യവും ഇങ്ങനെ തന്നെയാണ്. 4 ഓപ്ഷൻസുകൾ ഉണ്ടാവും. ചിത്രത്തിൽ കാണുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഓപ്ഷന് നേരെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ ആയിരിക്കില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണ്. തിയറി ക്വസ്റ്റ്യൻസൊക്കെ ഇതിനിടയിൽ ഉണ്ടാകും. അപ്പം 17ാമത്തെ ചോദ്യം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചിഹ്നം ഏതാണ് എന്ന് തന്നെയാണ് ചോദ്യം. അപ്പോൾ അതിന് ശരിയായ ഉത്തരത്തിന് നേരെ നിങ്ങൾ സെലക്ട് ചെയ്യുക. 30 സെക്കൻഡ് തന്നെ സമയം. 4 ഓപ്ഷനുകൾ ഉണ്ടാവും. അപ്പം പ്രത്യേകം ഓർക്കുക, ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വരണമെന്നില്ല. എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. വേറെ സിഗ്നൽസൊക്കെ ഉണ്ടാവും. വലിയ ഓപ്ഷനുള്ള വലിയ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവുന്നതാണ്. അതൊക്കെ നിങ്ങൾ ഓർക്കുക. അപ്പം നമ്മൾ 18ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾ ഏതാണോ തെറ്റായ പ്രസ്താവന അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1ാമത്തെ ഓപ്ഷൻ മദ്യപിച്ച് വാഹനം ഓടിക്കാം. 2ാമത്തെ ഓപ്ഷൻ മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. 3ാമത്തെ ഓപ്ഷൻ രാവിലെ മദ്യപിച്ച് ഓടിക്കാം. 4ാമത്തെ ഓപ്ഷൻ മുകളിൽ കൊടുത്ത ഒന്നും ശരിയല്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദ്യത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മുകളിൽ കൊടുത്ത ഒന്നും ശരിയല്ല, മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം ശരിയാണ് എന്നൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഡെമോ കാണിക്കാൻ വേണ്ടിയാണ്, അത് പ്രത്യേകം ഓർക്കണം. ഇനി ഈ ഒരു 18ാമത്തെ ചോദ്യത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് അടുത്ത ക്യാപ്ച ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. അതായത് 6ാമത്തെ ക്യാപ്ച ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു 18ാമത്തെ ചോദ്യത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് ക്യാപ്ച കോളം കാണാം. അവിടെ ക്യാപ്ച കോളത്തിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റ് ഓർ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ 18 ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ശരിയായ ആൻസർ ആണ് എങ്കിൽ നിങ്ങളിവിടെ വെച്ച് പാസ് എന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല എന്നുള്ള ഒരു ചോദ്യം കാണിച്ചു തരാം. ഇതിൻ്റെ ആൻസർ മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല എന്നാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം. അപ്പോൾ 18 ചോദ്യങ്ങളും അതിൻ്റെ ക്യാപ്ചയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ചോദ്യങ്ങൾക്ക്, അതായത് 18 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം, ശരിയായ ക്യാപ്ച എന്നിവ നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് പാസ് എന്ന് എഴുതി വരും. ഓർക്കുക, 18 ചോദ്യം വരെ മൊത്തം 6 ക്യാപ്ചകൾ, 18 ചോദ്യങ്ങൾ. ഇവ കൃത്യമായാൽ മാത്രമേ നിങ്ങൾക്ക് പാസ് എന്ന് വരികയുള്ളൂ. ആദ്യത്തെ 3 ചോദ്യത്തിൻ്റെ ക്യാപ്ച തെറ്റി അല്ലെങ്കിൽ ടൈം ഔട്ടായി എന്നാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് തന്നെ എക്സാം സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. ടൈം ഔട്ട് ആവുക എന്നാൽ തന്നിരിക്കുന്ന 45 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം നൽകാനും ക്യാപ്ച അടിക്കാനും കഴിയില്ല എന്നാണ് അർത്ഥം. ക്യാപ്ച ചോദ്യത്തിന് 45 സെക്കൻഡ് വീതം ലഭിക്കുന്നതായിരിക്കും. ഇതിനിടയിൽ ചോദ്യങ്ങൾ തെറ്റി ക്യാപ്ച ശരിയായാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതാണ്. എന്നാൽ 30 ചോദ്യങ്ങളാവുമ്പോഴേക്കും 18 ഉത്തരം ശരിയായി രേഖപ്പെടുത്തിയിരിക്കണം. ക്യാപ്ച എല്ലാം ശരിയായി ഇരിക്കുകയും വേണം. ഇതിനിടയിലെ വിവരങ്ങൾ, അതായത് ക്യാപ്ചയെക്കുറിച്ചൊക്കെ വിശദമായി ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് പരിവാഹൻ സൈറ്റിൽ നിന്ന് മെസ്സേജ് വരുന്നതായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം. നിങ്ങളുടെ ലേണേഴ്സ് ലൈസൻസ് ആണത്. ലേണേഴ്സ് ലൈസൻസ് കിട്ടിയാലും കൃത്യമായ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിലും പിന്നെ എൽബോർഡ് കൃത്യമായി വാഹനത്തിൽ പതിപ്പിച്ചെങ്കിലും മാത്രമേ നിങ്ങൾക്ക് റോഡുകളിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അത് നിയമവിരുദ്ധമാണ്, ശിക്ഷാർഹമായ കുറ്റവുമാണ്. വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമറ്റ് 2 പേരും കൃത്യമായി ധരിച്ചിരിക്കുകയും വേണം. ഇതാണ് 1 മുതൽ 30 ചോദ്യങ്ങൾ വരെയുള്ള ലേണേഴ്സ് ടെസ്റ്റ് പ്രോസസ്സും അത് കഴിഞ്ഞുള്ള കാര്യങ്ങളും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടിയെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്താണ് ക്യാപ്ച? കമ്പ്യൂട്ടർ അറിയാത്തവർ എങ്ങനെ എക്സാം എഴുതും? കമ്പ്യൂട്ടറിൻ്റെ വിവിധ പാർട്സുകൾ വിശദമായി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്യാപ്ച കാരണമാണ് 90% ആളുകളും ഫെയിലാവുന്നത്. അതിൻ്റെ കാരണങ്ങൾ, ക്യാപ്ച, കമ്പ്യൂട്ടർ എക്സാം, എല്ലാ വിവരങ്ങളും ചാനലിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് ഓരോന്നെടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ 90% ആൾക്കാരും ഈ ക്യാപ്ച അറിയാത്തത് കൊണ്ടല്ല ഫെയിലാവുന്നത്, ആ സമയത്തിനുള്ളിൽ അടിക്കാൻ പറ്റാത്തതും ഒരു കാരണമാണ്. റീടെസ്റ്റൊക്കെ എഴുതുന്നവരാണ് ഭൂരിഭാഗം പേരും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നന്നായി എക്സാം എഴുതുക. ഇനി എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.
പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.